ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പെഡഗോജി ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ടീച്ചിങ്ങിലെ പെഡഗോജിയിലെ കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണമാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഈസ് കോൾഡ്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് ഈസ് കോൾഡ്. ഇത് UPSC 2012 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫൊണീമാണ്. ഫൊണീമാണ്. ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സൗണ്ട് എന്ന് പറയുന്നത് ഫൊണീമാണ്. ഇനി എന്താണ് ഈ ഫൊണീം എന്ന് നമുക്കൊന്ന് നോക്കാം. ഫൊണീം ഈസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് മേക്കിംഗ് വൺ വേർഡ് ഡിഫറെൻറ്റ് ഫ്രം അനദർ വേർഡ്. അതായത് നമ്മുടെ സ്പീച്ചിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫൊണീമാണ്. അപ്പം നമ്മൾ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ട് നമ്മൾ പറയുമല്ലോ, ഈ സെല്ലൊക്കെ ആറ്റമൊക്കെ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റായിട്ട് പറയുന്നത് ഫൊണീമാണ്. ഈ ഫൊണീമിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വേർഡിനെ മറ്റൊരു വേർഡിൽ നിന്ന് വ്യത്യാസപ്പെടുത്തി നിർത്തുന്നതിനാണ് നമ്മൾ ഫൊണീം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിളായിട്ട് ടാപ്പ്, ടാബ് രണ്ടിൻ്റെയും പ്രൊണൗൺസിയേഷൻ വരുന്നത് ഏകദേശം ഒരുപോലെയാണ്. ലാസ്റ്റ് വേർഡ് ആ ഒരു ബ എന്ന് പറയുന്ന ആ ഒരു സൗണ്ടിന് മാത്രമേ വ്യത്യാസമുള്ളൂ. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഒരു വേർഡിങ്സിനെയാണ് നമ്മൾ ഫൊണീം എന്ന് പറയുന്നത്. ഫൊണീം എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്പീച്ച് മേക്കിംഗ് വൺ വേർഡ് ഡിഫറെൻറ്റ് ഫ്രം അനദർ വേർഡ്. ഒരു വേർഡിനെ മറ്റൊരു വേർഡിൽ നിന്ന് വ്യത്യാസപ്പെടുത്തുന്ന ചെറിയ ചില വ്യത്യാസങ്ങളേ ഉള്ളൂ, അതിനെയാണ് നമ്മൾ ഫൊണീം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫൊണീമാണ് സൗണ്ടിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് LPSC 2022 ഒരു ചോദ്യമാണ്. ലാംഗ്വേജ് ഈസ് സ്ട്രക്ചേർഡ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽസ്. ചൂസ് ദ ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് സൂപ്പർഫിഷ്യൽ ഓഫ് ദ ലെവൽസ്. അപ്പോൾ ഈ ലാംഗ്വേജിൻ്റെ സ്ട്രക്ചേർഡ് ആയിട്ട് ഡിഫറെൻറ്റ് ലെവൽസ് കൊടുത്തിരിക്കുകയാണ്. അതിൽ ഏറ്റവും സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരെണ്ണം ചൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് വൺ ഫൊണോളജിക്കൽ ആൻഡ് മോർഫോളജിക്കൽ, സെക്കൻഡ് ഓപ്ഷൻ സെമാൻറ്റിക് ആൻഡ് ഗ്രാഫിക്കൽ, മൂന്നാമത്തെ ഓപ്ഷൻ സെമാൻറ്റിക് ആൻഡ് ഫോണോളജിക്കൽ. ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് സെമാൻറ്റിക് ആൻഡ് ഫോണോളജിക്കൽ എന്നുള്ളതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി ഇത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. സെമാൻറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സെമാൻറ്റിക് രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാക്കുകളുടെയും അവയുടെ ശരിയായ അർത്ഥങ്ങളും ബന്ധപ്പെടുത്തി പഠിക്കുന്ന രീതിയെയാണ് സെമാൻറ്റിക് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കി പഠിക്കുന്നു. അതിനെയാണ് നമ്മൾ സെമാൻറ്റിക് വേ എന്ന് പറയുന്നത്. വാക്കുകളും അവയുടെ ശരിയായ അർത്ഥങ്ങളും ബന്ധപ്പെടുത്തി പഠിക്കുന്ന രീതിയെയാണ് നമ്മൾ സെമാൻറ്റിക് വേ എന്ന് പറയുന്നത്. അതാണ് ഫസ്റ്റ് വൺ പറയുന്നത്. ഇനി എന്താണ് ഈ ഫൊണോളജിക്കൽ വേ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആദ്യത്തേതിൽ നമ്മൾ മീനിങ് ആണ് നോക്കുന്നതെങ്കിൽ ഫോണോളജിക്കൽ വേയിൽ നമ്മൾ അതിൻ്റെ പ്രൊനൗൺസിയേഷൻ, നമ്മൾ അതിൻ്റെ ഉച്ചാരണമാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരു വാക്കിൻ്റെ ശരിയായ ശബ്ദത്തെ അല്ലെങ്കിൽ ഉച്ചാരണത്തെ മനസ്സിലാക്കി പഠിക്കുന്ന രീതിയെയാണ് നമ്മൾ ഫൊണോളജിക്കൽ അവെയർനെസ് എന്ന് പറയുന്നത്. അപ്പോൾ സെമാൻറ്റിക് ആണെങ്കിൽ എന്താണ് നമ്മൾ നോക്കുന്നത്? ആ വാക്കിൻ്റെ മീനിങ് ആണ് നോക്കുന്നത്. ഫൊണോളജിക്കൽ ആണെങ്കിലോ അതിൻ്റെ ഉച്ചാരണത്തെക്കുറിച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് C ഓപ്ഷനാണ്, സെമാൻറ്റിക് ആൻഡ് ഫൊണോളജിക്കൽ വേ ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് LPSC 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. വിച്ച് ഈസ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്റ്റിവിസം. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, നോട്ട് റിലേറ്റഡ് ആണ്. കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധപ്പെടാത്ത ഓപ്ഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂം, B എന്ന് പറയുന്നത് കൊളാബറേറ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ്, C എന്ന് പറയുന്നത് എംഫസൈസ് ദ പ്രോസസ്, D ടീച്ചർ സെർവ് ആസ് എ ഫെസിലിറ്റേറ്റർ. അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂമാണ്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസവുമായിട്ട് ബന്ധമില്ലാത്ത ഫാക്റ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂമാണ്. എന്താണ് കൺസ്ട്രക്റ്റിവിസം എന്ന് പറയുന്നത്? കൺസ്ട്രക്റ്റിവിസം ഈസ് എ ന്യൂ സൈക്കോളജിക്കൽ തോട്ട്സ് ദാറ്റ് സീംസ് ലേണിംഗ് ആസ് കൺസ്ട്രക്ഷൻ ഓഫ് നോളജ്. സ്റ്റുഡൻറ്റ് എംപവർമെൻറ്റ് ആൻഡ് ഓട്ടോണോമി ആർ ദ മെയിൻ ഗോൾസ് ഓഫ് കൺസ്ട്രക്റ്റിവിസ്റ്റ് ടീച്ചിങ്. അപ്പോൾ കൺസ്ട്രക്റ്റിവിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ നമ്മൾ അറിവ് നിർമ്മിക്കുകയാണ്, കുട്ടികൾ തന്നെ അറിവ് നിർമ്മിക്കുകയാണ്. അപ്പോൾ അവിടെ പ്രാധാന്യം ആർക്കാണ്? കുട്ടികൾക്കാണ് പ്രാധാന്യമുള്ളത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യത്തെ ഓപ്ഷനാണ് തെറ്റെന്നുള്ളത്. ടീച്ചർ ഡോമിനേറ്റഡ് ക്ലാസ് റൂം. ടീച്ചർ ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു ക്ലാസ് റൂം ആണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അവിടെ ടീച്ചറിനായിരിക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. അവിടെ ടീച്ചിങ്ങിന് ടീച്ചർ ഡോമിനേറ്റ് ചെയ്യുകയാണ്. അവിടെ സ്റ്റുഡൻസ് വളരെ പാസീവായിട്ട് ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല, അവർക്ക് പ്രത്യേകിച്ച് അതിനകത്ത് ഒന്നും ചെയ്യാനില്ല. വെൻ ദ ടീച്ചർ dominate
dominate the teaching and learning process, students are likely to lose the sight of their goals. അപ്പോൾ അവരുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല, അവർ വെറുതെ പാസീവായിട്ട് കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം LPSA 2023-ൻ്റെയാണ്. സ്കിമ്മിങ് ഇൻ റീഡിംഗ് ഈസ്. എന്താണ് റീഡിങ്ങിൽ സ്കിമ്മിങ് എന്ന് പറയുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് റീഡിംഗ് ലോങ്ങർ ടെക്സ്റ്റ് ഫോർ വൺസ് പ്ലഷർ, ബി ഡീറ്റെയിൽഡ് റീഡിംഗ്, സി എന്ന് പറയുന്നത് ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. അപ്പോൾ എന്താണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്? ഇതിൽ ശരി ഓപ്ഷൻ എന്ന് പറയുന്നത് സി ആണ്, ഗോയിങ് ത്രൂ ദ ടെക്സ്റ്റ് ക്വിക്ക്ലി ടു ഗെറ്റ് ആൻ ഓവറോൾ ഐഡിയ. നമ്മളെല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. എന്താണ്, നമ്മളിപ്പോൾ എക്സാമിനൊക്കെ കയറുന്നതിന് തൊട്ട് മുമ്പ് നമുക്കിപ്പോൾ പഠിക്കാത്ത ഒരു സംഗതി നമുക്ക് അത് വന്നാലോ എന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യും, പെട്ടെന്നൊന്ന് ഓടിച്ച് വായിച്ച് നോക്കും. ഡീറ്റെയിൽ ആയിട്ടൊന്നും നോക്കത്തില്ല, ജസ്റ്റ് ഒന്ന് ഓടിച്ച് വായിച്ച് നോക്കുന്നതിനാണ് സ്കിമ്മിങ് എന്ന് പറയുന്നത്. സ്കിം read something quickly to pick up an important or significant details. വളരെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് മാത്രം നോക്കി ഒന്ന് ഓടിച്ച് വായിച്ച് പോകുന്ന രീതിയെയാണ് നമ്മൾ സ്കിമ്മിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് സി ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ലാംഗ്വേജ് ടെസ്റ്റ് ദാറ്റ് അസസ് എ പേഴ്സൺസ് പ്രാക്ടിക്കൽ ലാംഗ്വേജ് സ്കിൽ ആൻഡ് ലാംഗ്വേജ് കോമ്പിറ്റൻസി ആർ കോൾഡ്. ഇത് UPSA 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ലാംഗ്വേജ് സ്കിൽസ്, ലാംഗ്വേജ് കോമ്പിറ്റൻസി, അയാളുടെ ഒരു ഭാഷയിലുള്ള ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, അയാളുടെ കഴിവ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്നത് ഏത് ടൈപ്പ് ടെസ്റ്റ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വന്നിരിക്കുന്നത് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ്, ബി പ്രൊഫിഷ്യൻസി ടെസ്റ്റ്, സി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ഡി അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. അപ്പോൾ ഇതിൽ നമുക്ക് പറയാൻ പറ്റും എന്താണ്, പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ്. നമുക്കൊരു ലാംഗ്വേജിലുള്ള പ്രൊഫിഷ്യൻസി അല്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഏതായിരിക്കും അത്? പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ആയിരിക്കും. പ്രൊഫിഷ്യൻസി ടെസ്റ്റ് മെഷേഴ്സ് ഹൗ വെൽ ആൻ ഇൻഡിവിജ്വൽ ഹാസ് മാസ്റ്റേർഡ് എ ലാംഗ്വേജ്. ഒരു ഭാഷയിൽ ഒരാൾ എത്രയ്ക്ക് ആ ഭാഷയിൽ നിപുണനായിരിക്കുന്നു അല്ലെങ്കിൽ ആ ഭാഷ കൈകാര്യം ചെയ്യുന്നതിൽ അയാൾക്ക് എത്ര കഴിവുണ്ട് എന്ന് അളക്കുന്നതാണ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്കറിയാം അല്ലേ, ഈ പുറത്തോട്ടൊക്കെ പോകാനുള്ള IELTS അതുപോലുള്ള TOEFL പോലുള്ള എക്സാംസ് ഒക്കെ നടത്തുന്നത് എന്തിനാണ്? ഇംഗ്ലീഷിലുള്ള നമ്മുടെ പ്രാവീണ്യം അളക്കുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ. അപ്പോൾ പ്രൊഫിഷ്യൻസി ടെസ്റ്റാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. പിന്നെ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അറിയാമല്ലോ, നമ്മൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നടത്തുന്ന ടെസ്റ്റാണ്. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിലുള്ള ഒരു ആപ്റ്റിറ്റ്യൂഡ്, നമുക്ക് അതിനോടുള്ള ഒരു ആഭിമുഖ്യം കണ്ടെത്താനുള്ളതാണ്. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് നമുക്കറിയാം, നമ്മളൊരു കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം അതിൻ്റെ ഒരു മൂല്യനിർണ്ണയത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് ഈ പെഡഗോഗിയുടെ ഭാഗത്തു നിന്ന് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഞാൻ ഡിസ്കസ് ചെയ്തത്. അപ്പം നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ അറിയിക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്ന് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ ബാക്കി ചോദ്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്